ഇദ്ദേഹം പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. അത് ഈ മതപരിവർത്തനം എന്നൊരു ലേബലാണ് പറയുന്നത്. മതപരിവർത്തനം ചെയ്യാൻ വേണ്ടി പോകുന്നു പെന്തക്കോസ്തുകാർ എന്നാണ് അദ്ദേഹം പറയുന്നത്. ആർക്ക് ബുദ്ധിമുട്ടില്ലാതെ, ഒരു പ്രശ്നങ്ങളില്ലാതെ, വളരെ ഈസി ആയിട്ട് ഒരു ഫാമിലിയെ ഫുള്ള് കൺവേർട്ട് ചെയ്ത് ക്രിസ്ത്യനാക്കി, പെന്തക്കോസ്തുകാരനാക്കി. ഇത്രയും ക്ലെവറായിട്ട്, ഇത്രയും സൈക്കോളജിക്കലി വർക്ക് ചെയ്യുന്ന ഒരു മതം ഉണ്ടാവില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്നു, ക്രിസ്ത്യാനിറ്റി എന്നത് വൺ ഓഫ് ദി ബ്രില്യൻറ്റ് സൈക്കോളജിക്കൽ ടെററിസ്റ്റുകളാണ്. അതിൽ ഞങ്ങൾക്ക് പെന്തക്കോസ്തുകാർക്ക് ഈ പറഞ്ഞ വിമർശനങ്ങൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദര പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സുവിശേഷം എന്നത് യേശുക്രിസ്തു ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ സന്ദേശം മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന സനാതനമായ സന്ദേശമാണ്. ക്രിസ്തു രൂപാന്തരപ്പെടുത്തുന്നു, മനപരിവർത്തനത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലാകട്ടെ, സൗത്ത് ഇന്ത്യയിലാകട്ടെ, യേശു ക്രിസ്തുവിന്റെ സന്ദേശം കേട്ട്, യേശു ക്രൂശിൽ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു, അത് നിങ്ങൾക്ക് വേണ്ടിയാണെന്നുള്ള സന്ദേശം കേട്ട് തങ്ങൾ പിന്തുടർന്നിരുന്ന തെറ്റായിട്ടുള്ള, ഇമ്മോറലായിട്ടുള്ള ജീവിത രീതികളിൽ നിന്ന് വിട്ടുമാറി ക്രിസ്തുവിലേക്ക് വന്ന് പുതിയ മനുഷ്യരായി തീർന്ന 100 1000 10,000 ലക്ഷക്കണക്കിന് ആളുകളുടെ സാക്ഷ്യം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. അത്തരത്തിലുള്ള സാക്ഷ്യങ്ങൾ കേൾക്കാൻ പറ്റും. ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ളത് ഓരോ പെന്തക്കോസ്തുകാരന്റെയും ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു.